നമസ്കാരം. ലോകരാഷ്ട്രീയത്തിൽ യുദ്ധങ്ങളുണ്ട്, ഉപരോധങ്ങളുണ്ട്, വ്യാപാര കരാറുകളുണ്ട്, ആണവ ചർച്ചകളുണ്ട്. എന്നാൽ ഇതെല്ലാം മറികടന്ന് സോഷ്യൽ മീഡിയയിൽ സ്വന്തം ആരാധക ബന്ധം സൃഷ്ടിച്ച ഒരു നയതന്ത്ര കൂട്ടുകെട്ടുമുണ്ട്. അതൊരു പ്രതിരോധ സഖ്യമല്ല, ഒരു സാമ്പത്തിക കൂട്ടായ്മയുമല്ല. പക്ഷേ ലോകമെമ്പാടുമുള്ള സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾക്ക് അതൊരു വികാരമാണ്. ഒരു വശത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മറുവശത്ത് ഇറ്റലിയുടെ പ്രധാനമന്ത്രി ജോർജിയ മെലോണി. ഇരുവരും ഒരേ വേദിയിൽ പ്രത്യക്ഷപ്പെട്ടാൽ അന്താരാഷ്ട്ര രാഷ്ട്രീയം കുറച്ചു നിമിഷത്തേക്ക് മാറി നിൽക്കും. ക്യാമറകൾ ക്ലിക്ക് ചെയ്യും, സോഷ്യൽ മീഡിയ ഉണരും, മീം പേജുകൾ ആഘോഷം തുടങ്ങും. പിന്നെ ലോകം മുഴുവൻ ഒരേ ഒരു വാക്കേറ്റു പറയും: മെലഡി. അതെ, രാഷ്ട്രീയത്തിന്റെ നിഘണ്ടുവിൽ ഇല്ലാത്ത ഒരു വാക്ക്, എന്നാൽ ഡിജിറ്റൽ തലമുറയുടെ നിഘണ്ടുവിൽ അതൊരു ബ്രാൻഡാണ്. മോദിയും മെലോണിയും ചേർന്നുണ്ടാക്കിയ ഒരു സോഷ്യൽ മീഡിയ പ്രതിഭാസം. ഇപ്പോൾ ആ പ്രതിഭാസത്തിന് പുതിയൊരു അധ്യായം എഴുതിയിരിക്കുകയാണ് മെലോണി തന്നെ. ഇൻസ്റ്റഗ്രാമിലെ ഏറ്റവും പ്രശസ്തമായ കപ്പിൾ ഞങ്ങളായിരിക്കാം എന്ന അവരുടെ തമാശ ലോകരാഷ്ട്രീയത്തെ വീണ്ടും ചിരിപ്പിക്കുകയാണ്. ഒരു ഉച്ചകോടിയുടെ ഔദ്യോഗിക പ്രസ്താവനയേക്കാൾ വേഗത്തിൽ ആ വാക്കുകൾ വൈറലായി. കാരണം ജനങ്ങൾ ഇന്ന് നേതാക്കളുടെ നയങ്ങൾ മാത്രമല്ല, അവരുടെ വ്യക്തിത്വവും പിന്തുടരുന്നു. പ്രസംഗങ്ങൾ മാത്രമല്ല, പുഞ്ചിരികളും പങ്കുവെക്കുന്നു. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിക്കിടെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും തമ്മിൽ പങ്കുവച്ച രസകരമായ ഒരു സംഭാഷണം സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നു. ഒഫീഷ്യൽ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നതിനായി ലോക നേതാക്കൾ ഒത്തുകൂടിയപ്പോഴായിരുന്നു ഇരുവരുടെയും ഈ തമാശ രൂപേണയുള്ള പ്രതികരണം. ലോക നേതാക്കളുടെ നിരയിലേക്ക് എത്തിയ പ്രധാനമന്ത്രി മോദിയെ വീണ്ടും കണ്ടതിൽ സന്തോഷമെന്ന് പറഞ്ഞാണ് മെലോണി സ്വീകരിച്ചത്. തുടർന്ന് തങ്ങളുടെ സോഷ്യൽ മീഡിയ ജനപ്രീതിയെ കുറിച്ച് മോദി സൂചിപ്പിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് അതെ, നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും പ്രശസ്തമായ ജോഡിയാണെന്ന് മെലോണി പ്രതികരിച്ചു. ഇരു നേതാക്കളുടെയും പേരുകൾ ചേർത്ത് വെച്ച് സോഷ്യൽ മീഡിയ രൂപം നൽകിയ #മെലോഡി എന്ന ഹാഷ്ടാഗ് കഴിഞ്ഞ 3 വർഷമായി ഇന്റർനെറ്റിൽ വൻ ഹിറ്റാണ്. 2023 നവംബറിൽ ദുബായിൽ നടന്ന COP28 ഉച്ചകോടിക്കിടെ മോദിക്കൊപ്പമുള്ള സെൽഫി ഗുഡ് ഫ്രണ്ട് @COP28 എന്ന് അടിക്കുറിപ്പോടെ മെലോണി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചതോടെയാണ് ഈ ട്രെൻഡ് ആരംഭിച്ചത്. കഴിഞ്ഞ മാസം മോദി റോം സന്ദർശിച്ചപ്പോൾ ഈ സോഷ്യൽ മീഡിയ ട്രെൻഡിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ പാർലയുടെ മെലഡി ചോക്ലേറ്റ് പാക്കറ്റ് മെലോണിക്ക് സമ്മാനമായി നൽകിയിരുന്നു. ഈ വീഡിയോ പുറത്തു വന്ന് 6 മണിക്കൂറിനുള്ളിൽ 10 കോടിയിലധികം ആളുകളാണ് അത് കണ്ടത്. G7 ഉച്ചകോടിയുടെ ഭാഗമായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ എന്നിവരുമായി പ്രധാനമന്ത്രി മോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നെങ്കിലും മെലോണിയുമായുള്ള ഈ സൗഹൃദ നിമിഷമാണ് ഇപ്പോൾ ഇന്റർനെറ്റിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്നത്. ഒരു കാലത്ത് നയതന്ത്രം നടന്നിരുന്നത് അടച്ചിട്ട മുറികളിലായിരുന്നു. ഇന്ന് നടക്കുന്നത് ക്യാമറകൾക്ക് മുന്നിലും ഇൻസ്റ്റഗ്രാം റീലുകളിലുമാണ്. ഒരു സെൽഫി ചിലപ്പോൾ ഒരു കരാറിനേക്കാൾ ജനപ്രിയമാകുന്നു. ഒരു തമാശ ചിലപ്പോൾ ഒരു നയതന്ത്ര സന്ദേശത്തെക്കാൾ ദൂരം സഞ്ചരിക്കുന്നു. അതാണ് ഡിജിറ്റൽ യുഗത്തിന്റെ രാഷ്ട്രീയം. രസകരമായ കാര്യം, ഈ കഥയിൽ പ്രണയമില്ല, രാഷ്ട്രീയ സഖ്യമില്ല, പക്ഷെ ആരാധകരുണ്ട്, കോടിക്കണക്കിന് കാഴ്ചക്കാരുണ്ട്. ഓരോ കാഴ്ചയും ആഘോഷമാക്കുന്ന ഒരു ഓൺലൈൻ ജനക്കൂട്ടമുണ്ട്. അന്താരാഷ്ട്ര ഉച്ചകോടികളുടെ ഗൗരവത്തിനിടയിലും മീമുകൾക്ക് ഇടം കണ്ടെത്തുന്ന ഒരു പുതിയ ലോകമുണ്ട്. ഷേക്സ്പിയറിന്റെ നാടകങ്ങളിൽ രാജാക്കന്മാരും രാജ്ഞിമാരും ഉണ്ടായിരുന്നു. ഇന്നത്തെ ഡിജിറ്റൽ വേദിയിൽ പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരുമുണ്ട്. വ്യത്യാസം ഒന്ന് മാത്രം, അന്ന് കഥകൾ ചരിത്ര പുസ്തകങ്ങളിലായിരുന്നു, ഇന്ന് അവ ഇൻസ്റ്റഗ്രാം സ്റ്റോറികളിലാണ്. അപ്പോൾ ചോദ്യം ഇതാണ്: ഇത് വെറും ഒരു തമാശയാണോ, അതോ ജനങ്ങളുമായി ബന്ധപ്പെടാൻ രാഷ്ട്രീയ നേതാക്കൾ കണ്ടെത്തിയ പുതിയ നയതന്ത്ര ഭാഷയാണോ? എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ലോക രാഷ്ട്രീയം എത്ര ഗൗരവമുള്ളതായാലും അതിനിടയിൽ ഒരു പുഞ്ചിരിക്ക് എപ്പോഴും ഇടമുണ്ട്. ആ പുഞ്ചിരിയുടെ പുതിയ പേരിപ്പോൾ മെലോഡി.